എത്ര പേർക്ക് ഇന്ന് പകൽ പറയുവാൻ കഴിയും? ഇതുവരെ വന്നത് കർത്താവേ അവിടുത്തെ കൃപയൊന്നു മാത്രമാണ്, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ ഒന്നുമല്ല കർത്താവേ. നമ്മളെ തന്നെ ഒന്ന് വന്നതും നിൽക്കുന്നതും പൊന്നേശുവിൻ കൃപയാൽ. പാടിയാടി ഇതുവരെ വന്നതും ഇതുവരെ വന്നതും നിൽക്കുന്നതും പൊന്നേശുവിൻ കൃപയാൽ. ഒരിക്കൽ കൂടെ പാടാമോ? ഇതുവരെ വന്നതും ഇതുവരെ വന്നതും നിൽക്കുന്നതും പൊന്നേശുവിൻ കൃപയാ. എൻ കഴിവല്ല, എൻ കഴിവല്ല, എൻ പ്രവൃത്തിയല്ല, എൻ യേശുവിൻ കൃപയാ. എൻ കഴിവല്ല, എൻ പ്രവൃത്തിയല്ല, എൻ യേശുവിൻ കൃപയാൽ. എൻ കഴിവല്ല, എൻ കഴിവല്ല, എൻ പ്രവൃത്തിയല്ല, പൊന്നേശുവിൻ കൃപയാൽ. ഞാനേതുമില്ല, ഞാനൊന്നുമില്ല, ഞാനാകുന്നതോ കൃപയാൽ. ഞാനേതുമില്ല, ഞാനൊന്നുമില്ല, ഞാനാകുന്നതോ കൃപയാ. എന്നാരോഗ്യവും എന്നാരോഗ്യവും എൻ നന്മകളും എന്നുയർച്ചകളും കൃപയാൽ. എന്നാരോഗ്യവും എൻ നന്മകളും എന്നുയർച്ചകളും കൃപയാൽ. ഞാനേതുമില്ല, ഞാനൊന്നുമില്ല, ഞാനാകുന്നതോ കൃപയാൽ. ചേർന്ന് പാടാമോ? ഞാനേതുമില്ല, ഞാനേതുമില്ല, ഞാനൊന്നുമില്ല, ഞാനാകുന്നതോ കൃപയാൽ. എന്നാരോഗ്യവും എൻ നന്മകളും എന്നുയർച്ചകളും കൃപയാൽ. എന്നാരോഗ്യവും എൻ നന്മകളും എന്നുയർച്ചകളും കൃപയാൽ. ഇതുവരെ വന്നതും നിൽക്കുന്നതും പൊന്നേശുവിൻ കൃപയാ. ഇതുവരെ വന്നതും നിൽക്കുന്നതും പൊന്നേശുവിൻ കൃപയാ. എൻ കഴിവല്ല, എൻ കഴിവല്ല, എൻ പ്രവൃത്തിയല്ല, എൻ യേശുവിൻ കൃപയാൽ. എൻ കഴിവല്ല, എൻ പ്രവൃത്തിയല്ല, എൻ യേശുവിൻ കൃപയാൽ. എൻ കഴിവല്ല, എൻ പ്രവൃത്തിയല്ല, പൊന്നേശുവിൻ കൃപയാൽ. എൻ കഴിവല്ല, എൻ പ്രവൃത്തിയല്ല, എൻ യേശുവിൻ കൃപയാൽ. നിന്നിച്ചവർ
മധ്യേ ഉയർത്തിയതും മാനിച്ചതും കൃപയാ. നിന്ദിച്ചവർ മധ്യേ ഉയർത്തിയതും മാനിച്ചതും കൃപ. അത് അനുഭവിച്ചവർ പാടാമോ? നിന്ദിച്ചവർ മധ്യേ, നിന്ദിച്ചവർ മധ്യേ ഉയർത്തിയതും മാനിച്ചതും കൃപയാ. നിന്ദിച്ചവർ മധ്യേ ഉയർത്തിയതും മാനിച്ചതും കൃപയാ. എൻ കഴിവല്ല, എൻ കഴിവല്ല, എൻ പ്രവൃത്തിയല്ല, എൻ യേശുവിൻ കൃപയാ. എൻ കഴിവല്ല, എൻ പ്രവൃത്തിയല്ല, പൊൻ യേശുവിൻ കൃപയാ. എൻ കഴിവല്ല, എൻ പ്രവൃത്തിയല്ല, എൻ യേശുവിൻ കൃപയാ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമമേ, അതിശയമായ, ഓ ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ റോജാവേ, അങ്ങേക്കു തുല്യന അങ്ങു മാത്രം, അങ്ങേക്കു തുല്യന അങ്ങു മാത്രം. എന്നെ നടത്തും ആ പൊന്നു കരമോ, ഓരോ നാളിലും കുറുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ, ഓരോ നാളിലും കുറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്, ഓരോ നാളും അന്തമാകില്ലോ. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്, ഓരോ നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്, ഓരോ നാളും മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും, ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും, ആ ഇമ്പസ്വ
യേശുവിൻ കൃപയാ. ഇന്ന് പകൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും, കർത്താവേ നിർത്തിയതിന് നന്ദി, കർത്താവേ സഹായിച്ചതിന് നന്ദി, കർത്താവേ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് വായിക്കുന്നത് പോലെ ഞാൻ ബലഹീനനായിരുന്നു, എന്നെ ബലപ്പെടുത്തിയൊരു ദൈവമുണ്ട്. എൻ്റെ കരങ്ങൾ ശൂന്യമായിരുന്നു, പക്ഷേ കിളിവാതിലുകളെ തുറന്ന് നിറച്ച ഒരു ദൈവമുണ്ട്. മരുഭൂമിയുടെ അവസ്ഥയായിരുന്നു, വറ്റാത്ത നീരുറവയെ തുറന്നു തന്ന അനുഭവങ്ങളുണ്ട്. രോഗിയായിരുന്നു, സൗഖ്യദായകനായി വെളിപ്പെട്ട സാഹചര്യങ്ങളുണ്ട്. എനിക്ക് മുമ്പായി തൻ്റെ ദൂതനെ അയച്ച് വഴിയൊരുക്കിയ അവസ്ഥകളുണ്ട്. അത്യുന്നതന്റെ മറവിൽ തൻ്റെ തൂവലുകൾ കൊണ്ട് മറയ്ക്കുന്നത് പോലെ എന്നെ പൊതിഞ്ഞു പിടിച്ച അവസ്ഥകളുണ്ട്. എൻ്റെ കരം പിടിച്ച് വഴി നടത്തിയ അവസ്ഥകളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. യുദ്ധം യഹോവയ്ക്കുള്ളത് എന്ന് പറയുന്നത് പോലെ ഞാൻ മിണ്ടാതിരുന്നതേ ഉള്ളൂ, ഞാൻ എൻ്റെ കർത്താവിനോട് സംസാരിച്ചതേ ഉള്ളൂ. പക്ഷെ എനിക്ക് വേണ്ടി ചലിച്ച ദൈവത്തിൻ്റെ കരം, എനിക്ക് വേണ്ടി സംസാരിച്ച ദൈവത്തിൻ്റെ ശബ്ദം മറ്റാർക്കും കാണുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ സൈന്യം എനിക്ക് വേണ്ടി ഇറങ്ങി വന്നത്, മറ്റാർക്കും കാണുവാൻ കഴിയാത്തതുപോലെ, മറ്റാർക്കും കേൾക്കുവാൻ കഴിയാത്തതുപോലെ വലിയ മഴയുടെ മുഴക്കം ഞാൻ എൻ്റെ പ്രാർത്ഥന മുറികളിൽ കേട്ടിട്ടുണ്ട്. നോക്കിയവർ കണ്ടത് ചെറിയ മേഘമാണ്, പക്ഷെ ഞാൻ കേട്ടത് വലിയ മഴയുടെ മുഴക്കമാണ്. എനിക്ക് വേണ്ടി സംസാരിച്ച ദൈവം, എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവം, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അത്രേ ചെയ്യേണ്ടിയിരുന്നുള്ളൂ എനിക്ക്, പക്ഷെ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തൊരു ദൈവമുണ്ട്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അവിടുത്തെ എല്ലാ വിശ്വസ്തതകൾക്കും നന്ദി. നടത്തിയത് കൊണ്ടല്ല, അങ്ങ് ആരാധനയ്ക്ക് യോഗ്യനായത് കൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കരുതിയത് കൊണ്ടല്ല, അങ്ങ് ആരാധനയ്ക്ക് യോഗ്യനായത് കൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആവശ്യങ്ങളിൽ കൂടെ ഇരുന്നത് കൊണ്ടല്ല കർത്താവേ, അങ്ങ് മാത്രം ആരാധനയ്ക്ക് യോഗ്യനാണെന്ന് അറിയുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആ ബോധ്യവും ഉറപ്പുമുള്ളവർ കർത്താവിനെ സ്തുതിക്കട്ടെ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ, അവനെ വാഴ്ത്തിടുവീൻ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ, അവനെ വാഴ്ത്തിടുവീൻ. ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവീൻ. ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവീൻ. സന്തോഷത്തോടെ സ്തുതി പാടുവീൻ, സംഗീതത്തോടെ വന്നു കൂടുവീൻ. സന്തോഷത്തോടെ സ്തുതി പാടുവീൻ, സംഗീതത്തോടെ വന്നു കൂടുവീൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്. 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 യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ, അവൻ നമ്മെ വിടുവിച്ചല്ലോ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ, അവൻ നമ്മെ വിടുവിച്ചല്ലോ. അവൻ നല്ല ഇടയൻ, തൻ്റെ ആടുകൾ നാം അവനെ സ്തുതിച്ചിടുവീൻ. അവൻ നല്ല ഇടയൻ, തൻ്റെ ആടുകൾ നാം അവനെ സ്തുതിച്ചിടുവീൻ.
അവൻ നാം അവനുള്ളവർ അവനെ വാഴ്ത്തിയിടുവീ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ. ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവീൻ. ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവീൻ. സന്തോഷത്തോടെ സ്തുതി പാടുവീൻ. സംഗീതത്തോടെ വന്നു കൂടുവീൻ. സന്തോഷത്തോടെ സ്തുതി പാടുവീൻ. സംഗീതത്തോടെ വന്നു കൂടുവീൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ. കാൽവരിയിൽ വൈരികളിൻ ആയുധം നിർവീര്യമായി. അടിപ്പിണരിൽ വ്യാധികളിൻ വേരുകൾ നിർജീവമായി. കാൽവരിയിൽ വൈരികളിൻ ആയുധം നിർവീര്യമായി. അടിപ്പിണരിൽ വ്യാധികളിൻ വേരുകൾ നിർജീവമായി. ക്രൂശിൽ മുഴങ്ങിയ വിജയോത്സവം യേശു കർത്താവ് രക്ഷനായകൻ. ക്രൂശിൽ മുഴങ്ങിയ വിജയോത്സവം യേശു കർത്താവ് രക്ഷനായകൻ. സർവസൈന്യാധിപൻ യേശു, സർവാധികാരിയാം യേശു. സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. സർവസൈന്യാധിപൻ യേശു, സർവാധികാരിയാം യേശു. സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. ക്രിസ്തു യേശുവിൽ ജയോത്സവമായി നമ്മെ നടത്തിടും. എല്ലായിടത്തും തൻ സൗരഭ്യമായി നമ്മെ അയച്ചിടും. ക്രിസ്തു യേശുവിൽ ജയോത്സവമായി നമ്മെ നടത്തിടും. എല്ലായിടത്തും തൻ സൗരഭ്യമായി നമ്മെ. ക്രിസ്തു യേശുവിൽ ജയോത്സവമായി നമ്മെ നടത്തിടും. എല്ലായിടത്തും തൻ സൗരഭ്യമായി നമ്മെ അയച്ചിടും. ക്രിസ്തു യേശുവിൽ ജയോത്സവമായി നമ്മെ നടത്തിടും. എല്ലായിടത്തും തൻ സൗരഭ്യമായി നമ്മെ അയച്ചിടും. ദേശം തുറന്നിടും, വഴിയൊരുക്കിടും. താമ്രവാതിലും താൻ തകർത്തിടും. ദേശം തുറന്നിടും, വഴിയൊരുക്കിടും. താമ്രവാതിലും താൻ തകർത്തിടും. ഭയപ്പെടാതെ ഉറച്ചു നിന്ന് സ്തോത്രം പാടിടാം. ബാഖായിൻ താഴ്വരയോ ായിടുമേ. ഭയപ്പെടാതെ ഉറച്ചു നിന്ന് സ്തോത്രം പാടിടാം. ബാഖായിൻ താഴ്വരയോ ായിടുമേ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, പരിശുദ്ധാത്മാവിനാൽ
യേശു നല്ലവൻ ദയയുള്ളവൻ ജയവീരനാം സൈന്യാധിപൻ 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 യേശു നല്ലവൻ ദയയുള്ളവൻ അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ സ്തുതി എന്നുമുള്ളത് അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ സ്തുതി എന്നുമുള്ളത് അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ സ്തുതി എന്നുമുള്ളത് അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് വല്ലഭനെ വല്ലഭനെ നല്ലവനെ വല്ലഭനെ ദയയുള്ളവനെ കൈമാറിയേ അവൻ നല്ലവൻ ദയയുള്ളവൻ നല്ലവനെ നന്ദി ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ തന്റെ ദയ തന്റെ ഭക്തന്മാരോട് എത്ര വലിയത് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ തന്റെ ദയ തന്റെ ഭക്തന്മാരോട് എത്ര വലിയത് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ തന്റെ ദയ എത്ര വലിയത് അവൻ നല്ലവനെ അങ്ങ് വല്ലവനെ അങ്ങ് നല്ലവനെ അങ്ങ് വല്ലവനെ നന്ദി 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 യുദ്ധങ്ങളെ നിർത്തലാക്കുന്നവനെ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനെ സർവ സൈന്യാധിപനെ സർവാധികാരിയെ സർവനാമത്തിനു മേലായവനെ സർവനാമത്തിനു മേലായവനെ എല്ലാത്തിനും അധികാരമുള്ളവനെ രാജാധിരാജരെ കർത്താധി കർത്തരെ ഹല്ലേലൂയ 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 hallelujah 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 ശക്തിയോടെ അതരങ്ങളെ തുറന്ന് ശക്തിയോടെ അതരങ്ങളെ ചലിച്ച് ഗുണപരമ്പരവരവേ ജീവാനകരമ്പ ജീവാരാജാരിക്കതേ ജീവദാനേ വീരദാനേ ഗുണവാനദാനേ വീരദാന ഗുണവാനദാനേ വീരദാന
ചേർന്ന് ഉടനവന ഇവൻ കൗടജാലക ഇവദാദാദാദാദ ഇവദാദാദാദ ഇവദാദാദാദ ഉടബാലദേവക ഇവദാദാദാദ ഉടബാലദാദേ സിഗദലബരജ ഉടബരദാദേ Dalamana, O Shabarekadane, Rivalvana Danagare, Ribana Daramane, Rigadaraja, Amdanabaude Ribadare, Judavara Danasaka, Rival Kauda Rajamane, Ribadanamana, O Rigadana Dana Vedao, Ribadagada Bao. Karamanadane, Judavaradana, Ibaragade, Kanamanagadagadaga Samdare, Eliadaragam Saligate, Anivasha Sabdagalibadawirate, Haratanibadawirate, Abhishek Deligate, Teresade Dembagaraparate, Albodangal Sambavigate. പ്രവൃത്തി വെളിപ്പെടട്ടെ. കർത്താവിന്റെ കൈ അനുകൂലമായിട്ടിറങ്ങട്ടെ. ഈ ആരാധനയിൽ ദൈവാത്മാവിന്റെ പകർച്ച, ആത്മാവിന്റെ പകർച്ച, ആത്മാവിന്റെ പകർച്ച, ആത്മാവിന്റെ പകർച്ച. ഓരി ബലബലബലബലഗ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 ല
Hallelujah, 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 hallelujah. യേശുവേ ആരാധന, കർത്താവേ ആരാധന, യേശുവേ ആരാധന, കർത്താവേ ആരാധന, ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നമുക്കൊന്നിച്ച് പാടി സ്തുതിപ്പാൻ, ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഇതുവരെ കൊണ്ടുവന്നതും ഇതുവരെ ആക്കിയതും ഒന്ന് പാടി സ്തുതിപ്പാൻ. കർത്താവ് നമ്മെ ബലപ്പെടുത്തിയല്ലോ. അങ്ങനെ പറയാൻ കഴിയുന്ന എത്ര ദൈവമക്കളുണ്ട്? എൻ്റെ കഴിവല്ല കർത്താവേ, എൻ്റെ മിടുക്കല്ല കർത്താവേ, എൻ്റെ അറിവല്ല കർത്താവേ, എൻ്റെ വിദ്യാഭ്യാസമല്ല കർത്താവേ. ഓ, അങ്ങയുടെ ദയാണ്, ദയാൽ താങ്ങിയതാണ്. അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു, അങ്ങയുടെ കൃപകൾക്ക് നന്ദി പറയുന്നു, അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, മഹത്വം, മഹത്വം. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കുകയും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രാരംഭ സമയം നാം പാടി ആരാധിച്ചല്ലോ.
വലിയവനാ ദൈവത്തിൻ്റെ സാന്നിധ്യം പകർന്നല്ലോ, വലിയവനാ ദൈവത്തിൻ്റെ കൃപ പകർന്നല്ലോ. തുടർന്നും ദൈവത്തിൻ്റെ സാന്നിധ്യം പകരപ്പെടട്ടെ, ദൈവത്തിൻ്റെ കൃപ പകരപ്പെടട്ടെ. അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മുടെ മേൽ പകരപ്പെടട്ടെ. ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധനയെ വഹിച്ച് എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശുശ്രൂഷകളെ വഹിച്ച് എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശക്തമായ ദൈവപ്രവൃത്തിയും അഭിഷേകത്തിൻ്റെയും ആത്മനിറവിൻ്റെയും ശുശ്രൂഷ ഈ ആരാധനയിൽ വെളിപ്പെടുവാൻ, കർത്താവിൻ്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടുവാൻ ഒരുമിച്ച് കരങ്ങളെ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് പകലത്തെ ശുശ്രൂഷകളെല്ലാം ദൈവനാമഹത്വമായി തീരട്ടെ, കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ കാരണമായി തീരട്ടെ. 37 സങ്കീർത്തനം നാം കഴിഞ്ഞ ആഴ്ച അതിൻ്റെ 20 വരെയുള്ള വാക്യങ്ങൾ പാടി. 21 മുതലുള്ള വാക്യങ്ങൾ ഈ സൺഡേയിൽ പാടുവാനായി ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഞാൻ പലപ്പോഴും ഈ സങ്കീർത്തനത്തിലെ വരികൾ ചിന്തിക്കുകയും എന്നെ ബലപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഒരു ഭക്തനെ സംബന്ധിച്ച്, ഒരു പ്രായമുള്ള വ്യക്തിയെ സംബന്ധിച്ച് ഒത്തിരി അനുഭവങ്ങൾ ഈ സങ്കീർത്തനത്തിലൂടെ വരച്ചു കാട്ടുന്നുണ്ട്. ഈ സങ്കീർത്തനം ധ്യാനിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? കൂടെ കൂടെ ധ്യാനിക്കാൻ പറ്റിയ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഈ 37 സങ്കീർത്തനം. ഇന്ന് പകൽ ഈ വചനത്തിൻ്റെ ശക്തി അടുത്തേക്ക് വരുമ്പോൾ നാം അത് റിസീവ് ചെയ്യണം. കർത്താവ് പ്രവർത്തിക്കും, കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയാവും. ഞാൻ എൻ്റെ ഒരു സ്നേഹിതൻ പ്രസംഗിച്ചൊരു പ്രസംഗം ഞാനിങ്ങനെ കേട്ടു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരിക്കലൊരു മദ്യപാനി കടന്നു വന്നിട്ട് ഇങ്ങനെ പറയാനിടയായി തീർന്നു, പാസ്റ്റർക്ക് സുഖമാണോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിച്ചു. ഉടനെ എനിക്ക് സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. നിനക്കും സുഖമാണോ എന്ന് തിരിച്ചു ചോദിച്ചു. സുഖമാണ്. വല്ലതും മേടിക്കാൻ എന്ന് കരുതി ഒരു 10 രൂപയൊക്കെ എടുത്ത് ഇത്തിരി വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു എന്ന് അദ്ദേഹം പ്രസംഗിക്കുന്ന കേട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീണ ഒരു വാക്ക് ഇങ്ങനായിരുന്നു: ഉപദേശി, നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നതും പൂച്ച കിടന്ന് പാറപ്പുറത്ത് മാന്തുന്നതും ഒരുപോലെയാണെന്ന്. എത്ര പേർക്ക് കാര്യം മനസ്സിലായി? പെട്ടെന്ന് ഉപദേശിക്ക് കാര്യം പിടികിട്ടില്ല. വീണ്ടും ആ മദ്യപിച്ച് വന്നയാളിനോട് ചോദിച്ചു, എന്താ നിങ്ങൾ പറഞ്ഞത്, എനിക്ക് മനസ്സിലായില്ലല്ലോ. അതേ, നിങ്ങളെ ദ്രോഹിക്കാനോ നിങ്ങളെ ഉപദ്രവിക്കാനോ വരുന്നതും ഒരു പൂച്ച പാറപ്പുറത്ത് കിടന്ന് മാന്തുന്നത് ഒരുപോലെ. കാരണം പൂച്ച കിടന്ന് പാറപ്പുറത്ത് മാന്തിയാൽ അതിൻ്റെ നഖം തേഞ്ഞു പോകത്തേ ഉള്ളൂ, പാറയ്ക്കൊന്നും സംഭവിക്കത്തില്ല. ഞാനിത് അതേറ്റെടുത്താൽ അകത്ത് ദൈവ ശക്തിയായിട്ടത് പരിണമിക്കുവാൻ പോവുകയാണ്. അല്ല, ഒരു പാറപ്പുറത്ത് കിടന്ന് നഖമിട്ട് മാന്തിപ്പറിക്കുന്ന പൂച്ചയെ പോലെയാണെങ്കിൽ അതിന് തന്നെ നഷ്ടം സംഭവിക്കൂ. അത് റിസീവ് ചെയ്യുകയല്ല, അതിന് തേയ്മാനം വരികയാണ്. അത് പൂച്ചയുടെ നഖത്തിന് ദോഷം വരുത്തുള്ളൂ. ഇതുപോലെ വചനം കേൾക്കുമ്പോൾ വചനം റിസീവ് ചെയ്യണം, വചനം ഏറ്റെടുക്കണം, വചനത്തോട് പ്രതികരിക്കാൻ എത്ര പേര് തയ്യാറാകുന്നു? ഇന്ന് പകൽ വചനം കേൾക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തോടാണെന്നുള്ള ഉറപ്പോടെ സ്തോത്രം പറഞ്ഞുകൊണ്ട് സ്തുതിച്ചുകൊണ്ടും ഇരിക്കുകയാണെങ്കിൽ പാറപ്പുറത്ത് നഖമിട്ടൊരയ്ക്കുന്ന പൂച്ചയെ പോലെ അല്ല, മറിച്ച് അകത്തേക്ക് തീയമ്പ് പോലെ കയറി ചെന്നിട്ട് ആമേ ദുഷ്ട
ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവന്റെ കുടുക്കുകളെ തട്ടി മാറ്റപ്പെടും. അതുകൊണ്ട് തുടക്കത്തിൽ ഞാനൊരു ഹല്ലേലൂയ പറഞ്ഞല്ലോ. എവിടെ ഹല്ലേലൂയ ഉയർത്തിയോ, ആര് ഹല്ലേലൂയ പറഞ്ഞോ, ആ കുടുംബങ്ങൾ ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. ഞാനത് പ്രാർത്ഥനാ മുറിയിൽ, എൻ്റെ പ്രാർത്ഥനാ വേളയിൽ ഞാനത് ആത്മാവിൽ കണ്ടിട്ടാണ് പറയാൻ പറഞ്ഞത്. ശകുതിയോടെ ഹല്ലേലൂയ പറയുവാനായിട്ട് പറഞ്ഞത്. ദൈവാത്മാവിൻ്റെ പ്രവൃത്തി കർത്താവ് ചെയ്യട്ടെ. അതുകൊണ്ടാ ഈ 37-ാം സങ്കീർത്തനത്തിൽ 33-ാം വാക്യത്തിൽ പറഞ്ഞു, യഹോവ അവനെ അവൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കത്തില്ല. സ്തോത്രം പറയുന്നവനെ കർത്താവ് വിട്ടുകൊടുക്കത്തില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനെ ദുഷ്ടന്റെ കയ്യിൽ വിട്ടുകൊടുക്കത്തില്ല. കർത്താവിന് വേണ്ടി നിൽക്കുന്നവരെ ദുഷ്ടന്റെ കയ്യിൽ വിട്ടുകൊടുക്കത്തില്ല. വിശ്വസിച്ച് ആ കരങ്ങൾ തട്ടി ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് കഴിയുമോ? ഇന്ന് പകലും ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടുത്തുമെന്ന് പറഞ്ഞ് പൈശാചികൻ വിവിധ നിലകളിൽ പോരുകൾ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ആരാധന മധ്യത്തില് ദുഷ്ടന്റെ കയ്യിൽ നിന്ന്, സിംഹത്തിന്റെ വായിൽ നിന്ന് അത് വലിച്ചെടുക്കുന്നത് പോലെ ദൈവത്തിന്റെ പ്രവൃത്തി ജനത്തിന്റെ മേൽ പകരപ്പെടട്ടെ. ആത്മാവ് തുടക്കത്തില് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ആമേൻ. ദുഷ്ടന്റെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണമുള്ള ഒരു ദൈവപ്രവൃത്തി ഈ ആലയത്തിനകത്ത് വെളിപ്പെടട്ടെ. സ്തുതികൾ ഉയർത്തിക്കോ, ആരാധന ഉയർത്തിക്കോ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ആരകദലവശന്തലേ ശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? കരങ്ങളടിച്ചു ദൈവത്തെ സ്തുതിക്കട്ടെ. കടന്നു വന്നത് ജീവിതങ്ങൾക്ക്, ഭവനങ്ങൾക്ക്, തലമുറകൾക്ക് അനുഗ്രഹമായി മാറട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ആമേ. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ട് പൈശാചികൻ ഒരുക്കുന്ന കണികകൾ പൊട്ടിമാറട്ടെ. സ്തുതിക്കുന്നവരുടെ മേൽ, പ്രതികരിക്കുന്നവരുടെ മേൽ ആത്മാവിന്റെ തലം വെളിപ്പെടട്ടെ. ആത്മ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വരട്ടെ. ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. കർത്താവ് പ്രവർത്തിച്ചു തുടങ്ങുന്നതിനായി സ്തോത്ര. കുടുംബങ്ങളിൽ ആത്മപ്രവാഹം ഉണ്ടാകുന്നതിനായി സ്തോത്ര. ഓ ഹല്ലേലൂയ. ഈ 37-ാം സങ്കീർത്തനത്തിലെ ഏത് വചനമെടുത്താലും നമ്മെ ബലപ്പെടുത്തുന്നതാണ്, നമ്മെ ശക്തീകരിക്കുന്നതാണ്. എനിക്ക് ഒത്തിരി ഇതിനകത്ത് സന്തോഷമായിട്ട് ഓർപ്പിക്കുവാൻ, എൻ്റെ പിതാവൊക്കെ കൂടെ കൂടെ ജീവിച്ചിരുന്നപ്പോൾ പറയുകയും പ്രാർത്ഥിക്കുകയും തൻ്റെ സാക്ഷ്യത്തിലൊക്കെ വിളിച്ചു പറയുന്നൊരു വാക്യം ഇതിനകത്തുണ്ട്. എനിക്കതൊരിത്തിരി ഇഷ്ടമായിട്ട് തോന്നി. എന്നെ ബലപ്പെടുത്തുന്നതാണ്. ഒത്തിരി വാക്യങ്ങൾ പ്രസക്തമാണെങ്കിലും ഒരു പദം ഞാൻ 22-ാമത്തെ വാക്യത്തിൽ നിന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അവനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. മതി. കരമുയർത്തി ഒന്ന് പറയാമോ? ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഞാനിവിടെ നിന്ന് ചിലപ്പോൾ ആശീർവാദം ചെറുതിന് ശേഷം അനുഗ്രഹ വാക്കുകൾ പറയാറുണ്ട്. അതിനൊരാമേൻ പറഞ്ഞാൽ അനുഗ്രഹം ഹൃദയത്തിനകത്ത് വരികയാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു വിടുതലായിട്ടത് പരിണമിക്കുകയാണ്. അനുഗ്രഹത്തിന്റെ വാക്ക് പറയുമ്പോൾ, അതിന് ആമേൻ പറയുമ്പോൾ അത് റിസീവ് ആവുകയാണ്. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ എന്ന് പറയുമ്പോൾ അതിന് ആമേൻ പറയുകയാണെങ്കിൽ അസാധാരണ അനുഗ്രഹം അത് വീട്ടിനകത്തിറങ്ങി വരും. പിന്നീട് പറഞ്ഞിരിക്കുന്നതാണ്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അവൻ, യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. ഒയ്യോ, ഭയങ്കര ഒരു ചിന്ത. ദൈവത്തിൻ്റെ ദാസന്മാരെ കൈ പിടിച്ച് താങ്ങുന്നു, കൈ പിടിച്ച് താങ്ങുന്നു. അടുത്തത് പറഞ്ഞത്, ഞാൻ ബാലനായിരുന്നു വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരമിരക്കുന്നതും കണ്ടിട്ടില്ല.
ശ്രദ്ധിക്കണം. എനിക്ക് പ്രിയപ്പെട്ട ഒരാൾ ഒരു ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ ഈ വാക്യം കോട്ട് ചെയ്ത് എഴുതി. അറിഞ്ഞുകൊണ്ട് തന്നെ എഴുതിയതാന്നാ പിന്നെ അദ്ദേഹം പറഞ്ഞ, നീതിമാൻ തുണിയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരമിരക്കുന്നതും ഞാൻ ഒരു നാളും കണ്ടിട്ടില്ല. അനുഭവമുള്ള എത്ര പേരുണ്ട്? ഇത് പറയാൻ കാരണം ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. ഒരു ചിന്ത അതിനകത്തുണ്ട്. ഗോലിയാത്തിൻ്റെ അടുത്ത് പോർവിളിയുമായിട്ടല്ലെങ്കിൽ കവിണയിൽ കല്ലുമായിട്ട് ചെന്നപ്പോൾ സംഭവിച്ചത്, സൗല് ഒക്കെ കളിയാക്കിയൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, നീ ബാലന. സഹോദരന്മാർ കളിയാക്കി പറഞ്ഞതാണ്, നീ ബാലനാണ്. എന്നാൽ ദൈവം ആ സാഹചര്യങ്ങളെയൊക്കെ മാറ്റി. പിന്നീട് വൃദ്ധനായി. 1 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിലേക്കും 1-ാം വാക്യം തന്നെ വായിക്കുമ്പോൾ ഇങ്ങനെയാ കാണുന്നത്. 1 രാജാക്കന്മാർ 2-ന്റെ 1-ാമത്തെ വാക്യത്തിൽ മരണകാലം അടുത്തു. അപ്പോൾ എന്തായി? വാർദ്ധക്യമായി. 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ശ്രദ്ധിച്ചേ, 30-ാമത്തെ വയസ്സിലാണ് രാജാവായതെന്നും 40 വർഷം ഭരിച്ചുവെന്നുമൊക്കെ ചരിത്രം പറയുന്നു. അപ്പോൾ ബാല്യകാലം മുതൽ, ചുരുക്കി പറഞ്ഞാൽ 70 വയസ്സ് ആയൊരു മനുഷ്യൻ, അദ്ദേഹം പറയുകയാണ്, ഞാൻ ബാലനായിരുന്നു, അന്നത്തെ ഓർമ്മ എനിക്കുണ്ട്. ഇപ്പം കൊല്ലങ്ങൾ കഴിഞ്ഞു. 70 വയസ്സുള്ള ഒരാൾക്ക് സ്വാഭാവികമായിട്ടും എത്ര ഓർമ്മ കാണും? നിങ്ങൾ പറ. 70കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എത്ര വയസ്സ് വരെയുള്ള ഒരു ഓർമ്മ കാണും? 50 കൊല്ലത്തെ കാണുമോ? അതിൽ കൂടുതലുണ്ടെന്ന് പറയുന്നു. ഉണ്ടോ? 70 ഉള്ളവർ പറ, എത്ര വർഷത്തെ ഓർമ്മയുണ്ട്? ഞാൻ ഈ സങ്കീർത്തനം ആ നിലയിൽ വിവരിക്കാൻ തോന്നി. 50 കൂടുതൽ കാണും. 70 വയസ്സുള്ള ഒരാളുടെ അനുഭവമായി പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 50 60 വർഷത്തെ ഒരു ഓർമ്മയാണ് ഈ 37-ാം സങ്കീർത്തനം. അതിനകത്തെടുത്തു പറഞ്ഞിരിക്കുകയാണ്, ഞാൻ കൊച്ചുകുട്ടിയായിരുന്നു, ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. പക്ഷേ ഞാൻ കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു 3 കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. അത് ഈ സങ്കീർത്തനത്തിൽ ഊന്നി പറയുന്നു. അത് ഞാനൊന്ന് എടുത്തോർപ്പിക്കാം. 1, നീതിമാൻ തുണയില്ലാതിരിക്കുന്നു. 2, അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇനി ഒരു പദം കൂടെ ഞാൻ എടുത്തു തരാം. 35 36 വാക്യങ്ങൾ, ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്തത്, ഞാൻ പിന്നെ അതിലെ പോയപ്പോൾ അവനില്ല, ഞാൻ അന്വേഷിച്ചു. അപ്പം 3 കാര്യങ്ങൾ ഇതിനകത്ത് കണ്ടിട്ടില്ലെന്ന് പറയുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ 70 വർഷത്തിനിടയിൽ കാണാത്ത 3 കാര്യങ്ങൾ. എല്ലാവരും ഇവിടെ ഉണ്ടേ? വളരെ പ്രധാനപ്പെട്ട ഒരു ദൂത് കൈമാറുകയാണ്. ജീവിതത്തിൻ്റെ ഓർമ്മകളിൽ കണ്ടിട്ടില്ലാത്ത 3 കാര്യങ്ങൾ. 1, ഒരു നീതിമാനായ ഒരു മനുഷ്യൻ അവൻ ആരുമില്ലാതിരിക്കുന്നത് കണ്ടിട്ടില്ല. ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. അവൻ്റെ സന്തതി ആഹാരത്തിനിരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. 3, ദുഷ്ടൻ തഴയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എടുത്തു പറയുന്നു, അവൻ
ആ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നത് കണ്ടു. ഞാൻ കണ്ടു, ഒരു വേളയിൽ തഴയ്ക്കുന്നത് കണ്ടു. പക്ഷേ ഞാൻ പിന്നെ പോയപ്പോൾ ആ കാഴ്ച ഞാൻ കണ്ടില്ല. അവനില്ലാതെ പോയി, അവനില്ലാതെ പോയി. എന്ന് പകൽ ഞാൻ ഇങ്ങനെ പറയാം, ചില തഴപ്പൊക്കെ താൽക്കാലികമാ, ഭക്തന്റെ തഴപ്പ് ശാശ്വതമാണ്. ദുഷ്ടൻ തഴയ്ക്കും, പച്ചവൃക്ഷം പോലെ തഴയ്ക്കും. പക്ഷേ പിന്നെ ഞാൻ അതിലെ പോയപ്പോൾ അത് കണ്ടിട്ടില്ല. ചിലപ്പോൾ ചെറിയ വിഷമസന്ധിയൊക്കെ ജീവിതത്തിൽ വരും. ഞാനിങ്ങനെ എം.ഇ. ചെറിയാൻ സാറിൻ്റെ വായിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടില്ല, അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം 1993 തോന്നുന്നു മരണപ്പെട്ടു. അതുകൊണ്ട് അത്ര നല്ല ഓർമ്മയൊന്നുമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു സന്ദർഭത്തിൽ തൻ മധുരയിലായിരിക്കുമ്പോൾ തൻ്റെ ഭാര്യ പ്രസവിക്കാറായി. ഒരൊറ്റ പൈസ പോലും കയ്യിലില്ല. ഒരു മനുഷ്യനോട് ആവശ്യങ്ങൾ പറയാനില്ല. പ്രസവവേദന കലശലായി. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാൻ പണമില്ല. താൻ കരഞ്ഞു. എന്നാൽ ഭാര്യയുടെ നിലവിളിയും ആ അവസ്ഥയും കണ്ടപ്പോൾ ഒരു കുതിരവണ്ടിക്കാരനെ വിളിച്ചു. അതിലെ വന്നത്തെ കുതിരവണ്ടിയൊക്കെ ആളവണ്ടി, ഏതോ ഒരു വണ്ടി അദ്ദേഹം വിളിച്ചു. എന്നിട്ട് ഒരു മുസ്ലിം സഹോദരനായിരുന്നു. ഇങ്ങനെ പറഞ്ഞ്, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, 5 കിലോമീറ്റർ അപ്പുറത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലൊന്നാക്കാമോ? ഉടനെ ആ സഹോദരൻ പറഞ്ഞ് എന്താണെന്നറിയാമോ? അയ്യാ, കാശ് പിരിച്ച് മനുഷ്യനെ പിരിച്ച്, കാശല്ല പിരിച്ച് മനുഷ്യനെ പിരിച്ച്, മനുഷ്യനെ വലുത്, എനിക്ക് കാശ് വേണ്ട. അദ്ദേഹം ഫ്രീ ആയിട്ട് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കി. ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ നിർത്തിയുമില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലല്ലേ, വൈകിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. രാത്രിയിൽ ദൈവം കൊടുത്ത വരികളാണ്: വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം, വൻവിനകൾ വന്നിടുകയിൽ വലയുകയിൽ. പാടുവാൻ ആഗ്രഹമുണ്ട്, സമയങ്ങൾ പരിമിതം. ഞാൻ പറയട്ടെ, ചിലപ്പോൾ ക്രൈസ്തവനല്ലാത്ത ഒരാളെ പോലും ദൈവം സഹായത്തിനൊരുക്കും. ഇതര മതസ്ഥരെ ദൈവം സഹായത്തിനൊരുക്കും. നീതിമാൻ തുണയില്ലാതിരിക്കുന്നത് ഒരു നാളും കണ്ടിട്ടില്ലെങ്കിൽ നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആമേൻ ആരുമില്ലാതിരിക്കുമ്പോൾ മനുഷ്യനാ പെരിസ്, കാശ് പെരിസല്ലെന്ന് പറഞ്ഞ് സഹായിപ്പാൻ വരുന്നു. നിനക്ക് വേണ്ടി ആളെ ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. അത് കണ്ടിട്ട് പറയാൻ കഴിയണം, നീതിമാൻ തുണയില്ലാതിരിക്കുന്നത് കണ്ടിട്ടില്ല. അനുഭവമുള്ളവരെന്ന് സ്തോത്രം പറയാമോ? അനുഭവമുള്ളവര് ദൈവത്തെ സ്തുതിക്കാമോ? നീതിമാന്റെ ശിരസിന്റെ മേൽ അനുഗ്രഹമാണെങ്കിൽ ഒരു വാക്ക് ഞാൻ ചേർത്ത് പറയുന്നു. 25-ാം വാക്യത്തിലെ ഒരു പദം, നീതിമാന്റെ സന്തതി ആഹാരമിരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അടുത്തത് പറയുന്നു 26-ാമത്തെ വാക്യം, അവൻ നിത്യം കൃപാലുവായി വായ്പ കൊടുക്കുന്നു അവൻ്റെ സന്തതി. ഞാൻ 2 ചിന്തകൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, ഒരു നീതിമാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഈ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു അവൻ്റെ സന്തതിയോ. അവ 2 അനുഗ്രഹങ്ങൾ. 1, നീതിമാൻ അനുഗ്രഹിക്കപ്പെടുന്നു. 2, അവൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്നു. ഒരു സ്തോത്രം പറയാമോ? വിശ്വസിക്കാൻ കഴിയുമോ?
സദൃശ്യവാക്യങ്ങളിലെ ഒരു വാക്യം ചിന്തനീയമാണ്. സദൃശ്യവാക്യം 10-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വളരെ പ്രസക്തമായൊരു ചിന്തയുണ്ട്. പ്രോവേർബ്സ് ചാപ്റ്റർ 10 verse 6. നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ, അനുഗ്രഹമല്ല വരുന്നത്, പിന്നെയോ നീതിമാന്റെ ശിരസിന്റെ മേൽ അനുഗ്രഹങ്ങൾ വരുന്നു. അങ്ങനെയെങ്കിൽ ഈ അനുഗ്രഹം ഒരാളുടെ ശിരസിന്റെ മേലല്ല, ഈ അനുഗ്രഹം കൈമാറുന്നതാണ്. നീതിമാന്റെ അനുഗ്രഹം അവന്റെ തലമുറകളിലേക്ക് കൈമാറുന്നതാണ്. വിശ്വസിപ്പാനായിട്ട് കഴിയുമോ? വിശ്വസിപ്പാനായിട്ട് കഴിയുമോ? നീതിമാന്റെ അനുഗ്രഹം അവന്റെ തലമുറകളിലേക്ക് കൈമാറുന്നതാണ്. പിതാവേ, മാതാവേ, ഞാൻ ഇങ്ങനെ പറയാം, ദൈവത്തിന്റെ അനുഗ്രഹത്തിന് കൊതിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആത്മീക വിഷയത്തിൽ നിങ്ങൾ സമ്പന്നരാകട്ടെ. ഒരു വചനം പറയുമ്പോൾ റിസീവ് ചെയ്യട്ടെ. ഉറക്കം തൂങ്ങി അലസരായിട്ടിരിക്കാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് റിസീവ് ചെയ്യട്ടെ. ആരാധനയ്ക്ക് വന്നാൽ എനിക്കിവിടെ പറയുമെന്നറിയത്തില്ല, തിരുവല്ലക്കാരുടെ ഒരു ഭാഷ മർക്കടമുഷ്ടി. ഇവിടെ പറയാറുണ്ടോ? ഉണ്ട്. മർക്കടമുഷ്ടി കാണിക്കരുതെന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? പലർക്കും അറിയത്തില്ല. മർക്കടമുഷ്ടി കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ ചിന്തയായിട്ട് ഒത്തുവരുന്നതാ. അനുഗ്രഹം പ്രാപിക്കാത്ത മർക്കടമുഷ്ടി ഉള്ളതുകൊണ്ടാ. എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് പറയുമ്പോൾ ആരും മയങ്ങുന്നില്ലെന്ന് ഞാൻ കരുതുന്നു. മർക്കടമുഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഞങ്ങളുടെ നാട്ടുകാർ പറയുന്നത് ഇങ്ങനെയാണ്. ഞങ്ങളുടെ നാടുമായിട്ട് അതിന് ബന്ധവുമുണ്ട്. കാരണം ഈ പൊളകനും നീർക്കോലിയും മണ്ടൂളിയൊക്കെ ഇഷ്ടം പോലെയുള്ള നാടാണ് ഈ തിരുവല്ലയുടെ അപ്പർ കുട്ടനാട് പ്രദേശങ്ങൾ. അപ്പോൾ ആ നാട്ടുകാരെന്തിനാ പറയുന്നെന്ന് ചോദിച്ചാൽ, മർക്കടൻ എന്ന് പറഞ്ഞാൽ ആരാ? മർക്കടൻ ആരാ? അങ്ങനെ ഒരു പാട്ടൊക്കെ നമ്മൾ പഠിച്ചതല്ലേ? പോട്ടെ, ഇത് ആത്മീയ ശുശ്രൂഷയാണല്ലോ. എൻ്റെ മനസ്സിൽ ആ പാട്ടൊക്കെ വരുന്നു. 10ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നൊരു പാട്ടൊക്കെ പഠിച്ചത്. പോട്ടെ, അത് ഞാനിപ്പോൾ ഇവിടെ പാടുന്നില്ല, യോഗ്യമല്ല. സ്തോത്രം. കൊരങ്ങൻ്റെ മുഷ്ടി കാണിക്കരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പറയുന്നത് ശ്രദ്ധിച്ചോണേ. ഈ കൊരങ്ങൻ ഭയങ്കര ശല്യക്കാരനാണ്, ഭയങ്കര ഉപദ്രവിയാ. ചാടി മറിഞ്ഞും പെരക്കകത്തും കയറി എല്ലായിടത്തും കയറും. അതിനെ ശല്യം മാറ്റാനായിട്ട് ചെയ്യുന്ന എന്താണെന്നറിയാമോ? നല്ലൊരു നീർക്കോലി, പൊളകൻ, മണ്ടൂളി ഇതുപോലുള്ള പാമ്പിനെ നോക്കിയിട്ട് വരുന്ന വഴിക്ക് അതിൻ്റെ ഇടയ്ക്കൊരു അടി കൊടുക്കും. ഇടയ്ക്കൊരു അടി കൊടുക്കും. ഇടയ്ക്ക് അടി കൊടുത്താൽ ഇതെന്ത് ചെയ്യുന്നറിയാമോ? ഇത് മയങ്ങി അവിടെ കിടക്കും. അങ്ങോട്ടും പോകാൻ വയ്യ, ഇങ്ങോട്ടും പോകാം, കൊല്ലത്തില്ല. എന്നിട്ട് ചെയ്യുന്ന എന്താണെന്നറിയാമോ? ഒരു പേപ്പറിനകത്തോ മറ്റു സാധനങ്ങളിലോ ഇതിനെ അങ്ങ് പൊതിഞ്ഞ് നല്ല കുട്ടപ്പനാക്കിയിട്ട് ഈ പാമ്പിനെ പിടിച്ചെന്ത് ചെയ്യും? പൊതിഞ്ഞു വെക്കും. കൊരങ്ങനൊരു സ്വഭാവമുണ്ട്, പൊതി കണ്ടാൽ ഉടനെ അഴിക്കും. മനസ്സിലായോ? ചിലരുടെ സ്വഭാവമാണ്. എല്ലായിടത്തും കയറി എന്ത് ചെയ്യും? അങ്ങ് എല്ലാ പൊതിയും കയറി പിടിക്കും. അപ്പോട്ടെ, അപ്പോൾ ഈ പൊതി അങ്ങ് അഴിക്കും. പൊതി അഴിച്ചു കഴിയുന്ന ഉടനെ ഇതനങ്ങും. കാരണം തല ചത്തിട്ടില്ല, ഇടയ്ക്ക് അടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കിടന്ന് ചാടും. ഈ കൊരങ്ങൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇതിനെ മുറുക്കി അങ്ങ് പിടിക്കും. മുറുക്കി പിടിച്ചേച്ച് ഇവൻ ഇതും കൊണ്ടങ്ങ് പോകും. അവൻ്റെ ശല്യം അതോടെ തീരുകയാണ്. ഇവൻ ഇതിനെ കൊല്ലത്തുമില്ല. ശ്രദ്ധിച്ചോണം, ഇത് കൈ പിടിച്ചോണ്ടിരുന്ന് ഇത് നശിച്ച് ഇത് നാറി എല്ലാകുന്നത് വരെ കൊരങ്ങൻ്റെ കയ്യിൽ എന്തോ ഇരിക്കും. ഇതിനാ പറയുന്ന മർക്കടമുഷ്ടി കാണിക്കരുതെന്ന്. ശ്രദ്ധിച്ചോണം. അനുഗ്രഹം പ്രാപിക്കാനുള്ള തടസ്സം എന്താണെന്നറിയാമോ? മർക്കടമുഷ്ടിയാ. ചിലത് പിടിച്ചോണ്ടിരിക്കുക. ഇപ്പം എത്ര പേർക്ക് കാര്യം മനസ്സിലായി? ഞാൻ ഈ സൈസ് ഉദാഹരണം പറയാൻ വലിയ ഇഷ്ടമുള്ള ആളല്ല, പക്ഷേ ഇത് പറഞ്ഞാലേ തിരിച്ചറിയത്തുള്ളൂ. സ്തോത്ര. കാരണം ചിലത് വിട്ടുകളയത്തില്ല. ചത്ത എല്ലായാലും കൊരങ്ങൻ എന്ത് ചെയ്യാന്നറിയാമോ? ഇത് പിടിച്ചോണ്ട് ഒടുവിൽ സംഭവിക്കുന്നതെന്നറിയാം, താൻ ആഹാരം എന്ത് ചെയ്യത്തില്ല, കഴിക്കത്തില്ല. കാരണം ഇതും പിടിച്ചോണ്ട്
ഇത് പിടിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം തനിക്ക് ആഹാരവുമില്ല, തനിക്കൊരു അനുഗ്രഹവുമില്ല, തൻ്റെ അനുഗ്രഹം മുഴുവൻ പോവുകയാണ്. എന്നാൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഇതുപോലുള്ള മർക്കടമുഷ്ടി വിട്ടുകളഞ്ഞേച്ച് ഇന്ന് പകൽ ദൈവത്തെ പാടി സ്തുതിപ്പ, ദൈവത്തെ ആരാധിക്ക. വലിച്ചെറിയേണ്ടതിനെ വലിച്ചെറിഞ്ഞ്, തൂത്തെറിയേണ്ടതിനെ തൂത്തെറിഞ്ഞ്, ആമേ, നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തയ്യാറായോ? നീതിമാന്റെ ശിരസിൽ അനുഗ്രഹമല്ല, അനുഗ്രഹങ്ങൾ, the blessings from heaven, അനുഗ്രഹങ്ങൾ വരുന്നു. വലിച്ചറിയാമോ? എത്ര നാളായി പിടിച്ചോണ്ടിരിക്കുക, എത്ര നാളായി പിടിച്ചോണ്ടിരിക്കുക. സ്കെലിറ്റനായിട്ട് ഇപ്പൊ എന്താ പിടിച്ചോണ്ടിരിക്കുക? വലിച്ചെറിയത്തില്ല. ഈ പുള്ളി ക്ഷീണിച്ചു, ഈ പുള്ളി കൊരഞ്ചിയായിരിക്കുന്നത്. കാരണം എന്താ? ഒന്നും കഴിക്കത്തില്ല, കയ്യിലെന്തോ പിടിച്ചിരിക്കുക. കാരണം പുള്ളിക്ക് ഇത് കടിക്കാതിരിക്കാൻ പുള്ളി എന്തോ ചെയ്തിരിക്കുക. പക്ഷെ പണി കിട്ടിയതാണെന്ന് അറിയത്തില്ല. സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയട്ടെ പ്രിയരെ, വിട്ട് കളയേണ്ടത് വിട്ടുകള, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്ക്. നീതിമാന്റെ ശിരസിൻ്റെ മേല് അനുഗ്രഹങ്ങൾ വരുന്നു, അവൻ്റെ സന്തതിയുടെ മേല് അനുഗ്രഹങ്ങൾ വരുന്നു. ഞാൻ ഒത്തിരി വാക്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒന്നും ഓർപ്പിക്കുക ഇനിയും സമയങ്ങൾ നമ്മുടെ മുൻപിൽ ഇല്ല. എന്നാൽ ഇങ്ങനെ ഞാൻ ചേർത്ത് പറയാ, നീതിമാൻ മാത്രമല്ല അവൻ്റെ സന്തതിയും അനുഗ്രഹിക്കപ്പെടൂ. കുഞ്ഞുങ്ങളെ, പിതാവേ, മാതാവേ, നാം മർക്കടമുഷ്ടി കളഞ്ഞാൽ, വലിച്ചെറിയേണ്ടത് വലിച്ചെറിഞ്ഞാൽ, ആരാധനയ്ക്ക് വരുന്ന സമയം മുതൽ സ്തോത്രം പറഞ്ഞ് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, തലമുറ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങൂ. ആമേ. അതുകൊണ്ട് ഭക്തൻ പറഞ്ഞത്, ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല, നീതിമാൻ അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നത് കണ്ടിട്ടില്ല, അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നത് കണ്ടിട്ടില്ല, അവന്റെ മക്കൾ ഗതി പിടിക്കാതിരിക്കുന്നത് കണ്ടിട്ടില്ല. ഹല്ലേലൂയ. 112 സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ, ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ, അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടൂ. അങ്ങനെയാണെങ്കിൽ ഒരു അനുഗ്രഹത്തിന്റെ കൈമാറ്റ തലമുറകളിലേക്ക് കൊടുക്കാമോ? അനുഗ്രഹത്തിന്റെ കൈമാറ്റം തലമുറകളിലേക്ക് കൊടുക്കാമോ? ഇന്ന് പകൽ നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചേ പോകാവോ? ആമേ. തലമുറയുടെ ശിരസിന്റെ പോലും അനുഗ്രഹം വരട്ടെ. അൽക്കരജാല വൈശാപരവ, ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ വെളിപ്പെടട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. എല്ലാം സമയബന്ധിതമായി നടക്കണമല്ല. കണ്ടിട്ടില്ലാത്ത 3 കാര്യങ്ങൾ ഭക്തൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഒന്ന്, ഇങ്ങനെ പറയുന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നത് കണ്ടിട്ടില്ല. 2, അവൻ്റെ സന്തതി ആഹാരമിരിക്കുന്നത് കണ്ടിട്ടില്ല. 3, ഞാനൊരു വിഷയം കൂടെ ഓർപ്പിച്ചല്ല. 37 സങ്കീർത്തനത്തിലെ, മറന്നുപോയോ? ദുഷ്ടനായവനെ അതെ പെട്ടെന്ന് തഴയ്ക്കും, പക്ഷേ അത് നിലനിന്ന് കണ്ടിട്ടില്ല. ശ്രദ്ധിച്ചേ, ദുഷ്ടൻ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ കാണാത്ത ഒരു കാര്യം, അതെന്നും നിലനിൽക്കുന്നത് കണ്ടിട്ടില്ല. അവൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ടിട്ടില്ല. ഇന്ന് പകൽ അതുകൊണ്ട് വാശി, വൈരാഗ്യം, പിണക്കം, കോപം, ക്രോധം സകലതും വിട്ടുകളഞ്ഞ് കുറേ നാളായി നീർക്കോലിയം പിടിച്ചുകൊണ്ടിരിക്കുക. തനിക്കൊട്ട് കഴിക്കാനും വയ്യ, തന്നെ ആഹാരവുമില്ല, ഇപ്പോഴും പൊക്കി പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതാ അനുഗ്രഹത്തിന് തടസ്സം. ആ പറഞ്ഞതിനകത്ത് സകലതുമുണ്ട്. മനസ്സിലായവർ സ്തോത്രം പറ. ഇന്ന് പകലൊരു അനുഗ്രഹത്തിൻ്റെ മാരി ഇവിടെ പെയ്യട്ടെ. നിങ്ങൾക്ക് മാത്രമല്ല, തലമുറകളിലേക്ക് കൈമാറുന്ന ഒരു അനുഗ്രഹം ഈ സൺഡേയിൽ, ഈ യൂത്ത് സൺഡേയിൽ ഇവിടെ വെളിപ്പെടട്ടെ. കണ്ണുകളടച്ചേ നമുക്ക് ദൈവസന്നിധിയിൽ
പ്രാർത്ഥിക്കാം. നീതിമാന്റെ ശിരസിൻ്റെ മേൽ അനുഗ്രഹങ്ങൾ വരുമ്പോൾ അവൻ്റെ തലമുറയുടെ മേൽ അനുഗ്രഹമുണ്ട്. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, കർത്താവേ എൻ്റെ കുറവുകൾ തലമുറയുടെ അനുഗ്രഹത്തിന് തടസ്സമാകരുത്. എൻ്റെ ജീവിത വിശുദ്ധിയുടെ കുറവ് തലമുറയുടെ അനുഗ്രഹത്തിന് തടസ്സമാകരുത് കർത്താവേ. എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹമുണ്ട്. അവൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. അവൻ്റെ സന്തതി ബലപ്പെട്ടിരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. ഇപ്പം വേറെ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കരമുയർത്തിപ്പിടിച്ച് നിങ്ങളോട് ചേർന്ന് ഞാനും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വലിച്ചെറി, ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിക്കേ, വലിച്ചെറിയേണ്ടതെല്ലാം ഉപേക്ഷിക്കേ. കണ്ടിട്ടില്ല. നീതിമാന്റെ കുഞ്ഞ് ആഹാരം ഇരക്കുന്നത് കണ്ടിട്ടില്ല. അവൻ ആരുമില്ലാതെ അലയുന്നത് കണ്ടിട്ടില്ല. യെസ്, ദുഷ്ടൻ പെട്ടെന്ന് തഴയ്ക്കുന്നത് കണ്ടു, പക്ഷെ പിന്നെ കണ്ടില്ല നിലനിൽക്കുന്നത്. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചില പോരുകൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. പൈശാചിക വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ. ദുഷ്ടൻ്റെ തീയമ്പുകൾ അഴിഞ്ഞു മാറട്ടെ. തലമുറകൾക്കെതിരെയുള്ള വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ. ദുഷ്ടൻ്റെ കോട്ടകൾ ഇടിഞ്ഞു മാറട്ടെ. കരങ്ങളുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്ക്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശു കർത്താവിൻ്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടട്ടെ. റാബ ഷാര ജൂഡ അൽഖ റബന ശമനെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഞാൻ ഒരു 5 മിനിറ്റ് കൂടെ എടുക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ. ഈ കാലഘട്ടത്തിൽ ആവശ്യമായിട്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹം. അതിനാഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഒരാൾ മാത്രം ബൈബിൾ എടുത്ത് യെശയ്യാ പ്രവചനം 44-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിച്ച് ആ വചനപ്രകാരം പ്രാർത്ഥിക്കുകയാണ്. ഐസയ്യാ chapter 44 verse 3. യെശയ്യാ 44:3. വെള്ളവും വരണ്ട നിലത്ത് പകരും. അടുത്തത്, നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിൻ്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. ഈ വാക്യം നിങ്ങളിവിടെ കണ്ടോ? ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളം. എനിക്ക് ഒത്തിരി വിശദമാക്കേണ്ട ഒരു വാക്യം. വരണ്ട നിലത്ത് നീരൊഴുക്ക് പകരും. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവ്. കരമുയർത്തിപ്പിടിച്ച് നിങ്ങളുടെ തലമുറയ്ക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യം ദൈവത്തിൻ്റെ ആത്മാവാണ്. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവ്, നിന്റെ സന്താനത്തിൻ്റെ മേൽ എൻ്റെ അനുഗ്രഹം. 2 കാര്യം. മക്കൾക്ക് ആവശ്യമായിട്ടിരിക്കുന്നത്, തലമുറയ്ക്ക് ആവശ്യമായിട്ടിരിക്കുന്നത് മോടി കൂടിയ വസ്ത്രങ്ങളല്ല, ലക്ഷൂറിയസ് കാറുകളല്ല, വില കൂടിയ ഫ്ലാറ്റുകളല്ല. തലമുറകൾക്ക് ആവശ്യമായിട്ടിരിക്കുന്നത് 1, ദൈവത്തിന്റെ ആത്മാവുള്ളവരാകണം. 2, ദൈവത്തിന്റെ അനുഗ്രഹം സന്താനത്തിന്റെ മേൽ വരണം. എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? പ്രാർത്ഥിച്ചു. ഞാനും ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നത്, അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ദുഷ്ടൻ നന്നായി വളരുന്നത്, പച്ചവൃക്ഷം പോലെ വളരുന്നത് ഞാൻ കണ്ടു. തഴയ്ക്കുന്നുണ്ട്, പിന്നെ ഞാൻ കണ്ടില്ല. 3 കാര്യങ്ങൾ കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നീതിമാൻ ഒരിക്കലും നിലംപരിചാകത്തില്ല. അവൻ്റെ സന്തതി ഗതി പിടിക്കാതിരിക്കത്തില്ല. അവൻ്റെ സന്തതിക്ക് ഗുണം വരാതിരിക്കത്തില്ല. അവൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടാതിരിക്കത്തില്ല. പ്രിയരേ, ഞാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഈ കാലഘട്ടത്തെ തലമുറകൾക്ക് ആവശ്യമായിട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയാണ്. മോടി കൂടിയ വസ്ത്രങ്ങളും മോടി കൂടിയ വീടുകളോ മോടി കൂടിയ കാറുകളോ യാതൊന്നുമല്ല തലമുറയ്ക്ക് ആവശ്യം. ആത്മാവിൻ്റെ പകർച്ചയോ
ദൈവത്തിന്റെ അനുഗ്രഹവുമാണ്. അതുകൊണ്ട് യെശയ്യാ 44:3 പറഞ്ഞത്, സന്തതിമേ എന്റെ ആത്മാവ്, സന്താനത്തിന്റെ മേൽ എന്റെ അനുഗ്രഹം. ഒന്ന് കൈയർത്തി പ്രാർത്ഥിച്ച് നിങ്ങളുടെ സന്താനത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം, തലമുറകളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. കുഞ്ഞുങ്ങൾ അഭിഷേകത്താൽ നിറയട്ടെ, ആത്മാവിൽ നിറയട്ടെ, ദൈവകൃപയിൽ വളരട്ടെ, ശക്തിപ്പെടട്ടെ. സന്താനത്തിന്റെ മേൽ പരിശുദ്ധാത്മ പകർച്ച വരട്ടെ. പിതാവേ, അനുവദിക്കാത്ത ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യം അങ്ങയുടെ അനുഗ്രഹവും അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയുമാണ്. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സന്താനങ്ങളുടെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ, സഭയുടെ മേൽ അങ്ങയുടെ കൈ പ്രവർത്തിച്ചാട്ട്, അങ്ങയുടെ കരമിറങ്ങിയാട്ട്, അവിടുത്തെ പ്രവൃത്തി വെളിപ്പെടുത്തിയാട്ട്, കരമിറങ്ങിയാട്ട് അനുഗ്രഹിക്കുന്നു. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കുമെന്നുള്ള വചനം പോലെ, സന്തതി മേൽ അനുഗ്രഹം പകരുമെന്നുള്ള വചനം പോലെ തലമുറകളുടെ മേൽ അനുഗ്രഹം പകരും. ആമേൻ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പോര ശക്തിയോട് സ്തുതിച്ചാട്ടെ. മക്കളിൽ കാരുണ്യം താതെ നിന്നോണം, മക്കളിൽ കാരുണ്യം താതെ നിന്നോണം. ഭാഗ്യത്തിൽ ഭാഗ്യത്തിൽ വാഴ്ത്തുക നീ മനമേ എൻ പാരനെ, വാഴ്ത്തുക നീ, വാഴ്ത്തുക നീ. എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.